2020-ൽ വൈറ്റ് വാഷ് ചെയ്ത് 4-0 ഇംഗ്ലണ്ട് പരമ്പര തൂത്തുവാരിയപ്പോൾ ODIയിലെ ആദ്യ മത്സരം വിജയിച്ച ഇന്ത്യ അതേ നാണയത്തിൽ തിരിച്ചടിക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ രണ്ടാം മത്സരത്തിൽ വിജയിച്ച് ഇംഗ്ലണ്ട് തിരിച്ചു വന്നതോടുകൂടെ ആ മോഹം അസ്തമിച്ചിരിക്കുകയാണ്. ടോസ് ജയിച്ച ഇംഗ്ലണ്ട് തുടക്കത്തിൽ ബോളിങ്ങിന് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിൽ ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. എന്നാൽ രോഹിത് തുടക്കത്തിൽ ഒന്ന് ബുദ്ധിമുട്ടിയെങ്കിലും ശുഭ്മാൻ ഗിൽ കഴിഞ്ഞ മത്സരത്തിൽ എവിടെ നിർത്തിയോ അവിടുന്ന് തുടങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. റൺ റേറ്റ് ഉയർത്തുന്ന തിരക്കിൽ 31 റൺസ് നേടി ഗിൽ മടങ്ങിയെങ്കിലും പിന്നീട് വന്ന കോഹ്ലി കഴിഞ്ഞ മത്സരത്തിലെ പ്രകടനത്തിന് പ്രായശ്ചിത്തമെന്നോണം തുടക്കം മുതലേ മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. ടീമിലെ സ്ഥാനം നഷ്ടപ്പെടുമെന്ന സമ്മർദ്ദത്തിലാണോ എന്തോ രോഹിത് നന്നായി സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടു. പിന്നീടെത്തിയ ശ്രേയസ് അയ്യരും മികച്ച രീതിയിൽ ബാറ്റ് വീശിയപ്പോൾ ഇരുവരും ചേർന്ന് ഇന്ത്യയെ മുന്നോട്ട് നയിച്ചു. 31 ഓവർ പിന്നിട്ടപ്പോൾ 178 റൺസ് ചേർത്ത് ഭേദപ്പെട്ട നിലയിലായിരുന്നു ഇന്ത്യ. എന്നാൽ പിന്നീട് വന്ന ഒരാൾക്കും നിലയുറപ്പിക്കാനായില്ല. മികച്ച പ്രോപ്പർ ബാറ്റ്സ്മാൻമാർ ഉണ്ടായിട്ടും ബാറ്റിംഗ് ലൈനപ്പിലെ ഷഫ്ലിംഗ് കാരണം എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. മധ്യനിരയിൽ ബാറ്റർമാർ ഇല്ലാത്ത അവസ്ഥ. വാഷിംഗ്ടൺ സുന്ദറും ശിവൻ ദുബെയും അക്സർ പട്ടേലും അടങ്ങുന്നതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ മധ്യനിര. ഏത് പൊസിഷനിൽ ആര് ഇറങ്ങും എന്നതിൽ പോലും അനിശ്ചിതത്വം തുടരുന്നു. അവസാനം ബുംറ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഇന്ത്യയെ 233 റൺസ് എന്ന സ്കോറിൽ എത്തിച്ചത്. ഇംഗ്ലണ്ടിന് മുന്നിൽ 233 റൺസ് എന്നത് വെല്ലുവിളി ഉയർത്താൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. ഇന്ത്യ ബാറ്റിങ്ങിലെ പരീക്ഷണങ്ങൾ നിർത്തിയാൽ മാത്രമേ ഇന്ത്യ രക്ഷപ്പെടുകയുള്ളൂ. തുടക്കത്തിൽ 2 വിക്കറ്റുകൾ വീഴ്ത്തി ഇന്ത്യ ഇംഗ്ലണ്ടിനെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞ മത്സരത്തിൽ ടീമിനെ വിജയത്തിലെത്തിക്കാനാകാതെ പോയ ജോ റൂട്ട് ഇക്കുറി രണ്ടും കൽപ്പിച്ചായിരുന്നു. റൂട്ട് റൺസ് ഉയർത്തിക്കൊണ്ടേയിരുന്നു. റൂട്ട് 99 റൺസിൽ നിൽക്കെ അറ്റ്കിൻസൺ ടീമിനെ വിജയറൺ നേടി കളി അവസാനിപ്പിച്ചു. ഒരുപാട് ഓവറുകൾ ബാക്കിയുണ്ടായിട്ടും റൂട്ടിന് അറ്റ്കിൻസൺ സെഞ്ചുറി തട്ടിപ്പറിക്കുന്ന പോലെയാണ് തോന്നിയത്. അങ്ങനെ റൂട്ടിനെ അറിയിച്ച സെഞ്ചുറിയും നഷ്ടമായി. ഗൗതം ഗംഭീർ ഇന്ത്യയുടെ മധ്യനിരയിൽ ബോളിംഗുകാരെ ഉപയോഗിക്കാതെ മികച്ച ബാറ്റ്സ്മാൻമാരെ ഇറക്കിയാൽ ഇന്ത്യക്ക് മികച്ച റൺസുകൾ കണ്ടെത്താനും മികച്ച വിജയങ്ങൾ നേടാനും കഴിയും എന്നുള്ളത് ഉറപ്പാണ്. അല്ലാതെ മുൻനിര ബാറ്റർമാരെ മാത്രം ആശ്രയിച്ച് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയുകയില്ല.